ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ശിവശ്രീയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായും സന്തോഷമായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാനിവിടെ അത്ര വലിയ സുഖത്തിലൊന്നല്ല. ഇന്ന് അടിച്ചു വാരിയും തുടച്ചു മനുഷ്യൻ്റെ നടു പൊടിഞ്ഞു ഇന്ന്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട, ഡെയിലി ഇവിടെ അടിച്ചു വാരലും തുടക്കലൊന്നും ഇല്ല എന്നല്ലേ? അല്ല കേട്ടോ, ദിവസവും അടിച്ചു വാരലും തുടക്കലും എല്ലാം ഉണ്ട്. അപ്പം ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടുതലാണെന്ന് മാത്രം. കാരണം നാളെ കർക്കിടക മാസം 1-ാം തീയതി അല്ലേ, കർക്കിടക സംക്രാന്തി അല്ലേ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് വൃത്തിയാക്കണ്ടേ. അപ്പോൾ തലേ ദിവസം എല്ലാം ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ദിവസവും അടിച്ചു വാരലും തുടക്കലും മാറാല് തട്ടലും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ വലിയ കുപ്പയും അതൊന്നും മാറാലും അങ്ങനെയൊന്നും ഇല്ല. എന്നാലും നാളെ 1-ാം തീയതി ആയിട്ട് വൃത്തിയാക്കണ്ടേന്ന് പറഞ്ഞിട്ട് മൊത്തം ഒന്ന് മാറാലേക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് പറഞ്ഞിട്ട് വീട് മൊത്തം ക്ലീൻ ചെയ്തു കേട്ടോ. രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ടും അതൊക്കെ ചെയ്യാൻ. അപ്പോൾ പിള്ളേർ സ്കൂളിലേക്ക് പോയി, ശിവേട്ടൻ പോയി. അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എന്തായാലും അടിച്ചു വാരാൻ വേണ്ടി അങ്ങോട്ട് നിന്നു കേട്ടോ. അപ്പോൾ അടിച്ചു വാരലും മാറാൽ തട്ടലും എല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മുടെ ദൈവറൂം ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പം ഞാൻ എല്ലാ പ്രാവശ്യവും പറയാറുള്ള പോലെ ഞാൻ 2-3 മാസം കൂടുമ്പോഴാണ് ദൈവറൂം ക്ലീൻ ചെയ്യാറ് കേട്ടോ. അതായത് ആ ഫോട്ടോസ് മൊത്തം എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് അവിടെ മാറാലയൊക്കെ തട്ടി. കാരണം മാറാല കുറച്ച് കൂടുതൽ അവിടെ വരും. ഇവിടെ പിന്നെ ആളാന്തരം ഓരോ വിളക്കല്ലേ. ഞാനൊരു വിളക്ക് വയ്ക്കും, ശിവേട്ടൊരു വിളക്ക് വയ്ക്കും, അമ്മ ഒരു വിളക്ക് വയ്ക്കും. ശരിക്കും ഒരു വീട്ടിനകത്ത് ഒരു വിളക്ക് കൊളുത്തിയാൽ മതി. ഇവിടെ എന്താണാവും, ആളാന്തരം ഒരു വിളക്കാണ്. രാവിലെ ശിവേട്ടൻ വന്നിട്ട് അയ്യപ്പനോട് വിളക്ക് വയ്ക്കും. പിന്നെ അമ്മ വന്നിട്ട് കുറച്ചും കൂടി വലിയൊരു നിലവിളക്കുണ്ട്, അത് വയ്ക്കും താഴെ. പിന്നെ ഞാൻ വന്നിട്ട് ഇതിനൊക്കെ പോരാട്ടെ ഞാനും കൂടെ വന്നിട്ട് എനിക്കൊരു ദൈവമുണ്ട്. എന്ത് ദൈവം? സരസ്വതി ദേവി ഉണ്ട് കേട്ടോ. അല്ല സോറി, ലക്ഷ്മി ദേവി ഉണ്ട്. ദൈവത്തിൻ്റെ പേരും കൂടെ മറന്നുപോയി, ലക്ഷ്മി ദേവി ഉണ്ട്. അപ്പം ഞാൻ അവർക്ക് വിളക്ക് വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടിൽ ദിവസവും രാവിലെ 3 വിളക്കാണ് കുളത്തിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാറാല വേഗം വരും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ 3 മാസം കൂടുമ്പോൾ ഇതുപോലെ എല്ലാ ദൈവങ്ങളും എടുത്ത് പുറത്ത് വെച്ച്, പിന്നെ അവരെ പൊട്ടൊക്കെ നമ്മൾ വെച്ച് കൊടുത്ത പൊട്ടൊക്കെ തുടച്ച് കളഞ്ഞ് പുതിയ പൊട്ട് വെച്ച് കൊടുക്കും. അതായത് ചന്ദനൊക്കെ പുതിയത് വെച്ച് കൊടുക്കും, പിന്നെ കുങ്കുമപ്പൊട്ട് പുതിയത് വെച്ച് കൊടുക്കും. പിന്നെ എല്ലാം കഴിഞ്ഞ് അവർക്ക് പൂവെല്ലാം വെച്ച് കൊടുത്ത് അവരെ വിളക്ക് വെച്ച് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കും കേട്ടോ. അങ്ങനെ എല്ലാം കഴിയുമ്പോഴേക്കും എനിക്ക് വിശന്നിട്ട് കണ്ണിന്ന് പൊന്നീച്ച പാറാൻ തുടങ്ങി. മേത്താണെങ്കിൽ മൊത്തം പൊടിയും ഇതൊക്കെ ആയിരുന്നു കേട്ടോ. കാരണം ഇവിടെ പഴയ വീടാണ്, ഒത്തിരി പഴയ വീടാണ് ഞങ്ങളുടെ വീട് കേട്ടോ. ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ സ്വന്തം വീടൊന്നുമല്ല, നമ്മുടെ വാടക വീട് തന്നെയാണ്. അപ്പോൾ എന്തായാലും പഴയ വീടാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് സ്കൂളിൻ്റെ അടുത്തേക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട് നോക്കിയപ്പോൾ പഴയ വീടാണ് കിട്ടിയത് കേട്ടോ. അതൊരു അഗ്രഹാരത്തിലെ വീടുമാണ്. ഇവിടെ ഇറച്ചി മീനൊന്നും വെക്കാനും പാടില്ല. പക്ഷേ ഇനി വീട് മാറാമെന്ന് പറഞ്ഞ് നടക്കണ കാര്യമൊന്നുമല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഉച്ചയ്ക്ക് വേഗം കുറച്ച് ചോറുണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പപ്പടം കൊണ്ട് മസാലക്കറിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ശിവേട്ടനും മക്കളൊക്കെ വെണ്ടയ്ക്ക ഉപ്പേരി കൊണ്ടുപോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വെണ്ടയ്ക്ക ഉപ്പേരി ഇല്ല. അപ്പോൾ ഞാൻ വേഗം 2 പപ്പടം പൊട്ടിച്ചിട്ട് വേഗം തേങ്ങയൊക്കെ അരച്ചിട്ട് മസാലക്കറി വെച്ചു കേട്ടോ. അപ്പോൾ അത് കൂട്ടിയിട്ട് അങ്ങോട്ട് ചോറുണ്ടോ. കാരണം എനിക്ക് വിശന്ന് കഴിഞ്ഞാൽ തന്നെ കൈയും കാലും മറിക്കും, കണ്ണും കാണില്ല. അതെന്താണോ, വിശന്ന് കഴിഞ്ഞാൽ കണ്ണൊക്കെ വന്ന് മറയും എനിക്ക്, പിന്നെ കണ്ണ് കാണുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ കുളിക്കാനൊന്നും നിൽക്കുന്നില്ല. കാരണം രാവിലത്തെ കുളിയെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. കാരണം അറിയാലോ, നമുക്ക് കുളിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ശിവേട്ട 7 അകലത്തേക്ക് കയറ്റില്ല. അപ്പോൾ രാവിലെ നീച്ചതും കുളിക്കണം, ഒരു സാധനങ്ങളും തൊടാൻ പാടില്ല. നമ്മൾ നീക്കുക, നേരെ നമ്മുടെ പല്ലേക്കുള്ള ബ്രഷ് എടുക്കുക, അങ്ങോട്ട് ഡ്രസ്സ് എടുക്കുക, കുളിക്കാൻ പോവുക. എന്നിട്ടാണ് നമ്മളെ ശിവേട്ട അടുക്കളയിൽ കയറ്റുള്ളൂ കേട്ടോ. എന്നും അങ്ങനെയാണ് ഇവിടെ അങ്ങനെ. അപ്പോൾ എന്തായാലും രാവിലത്തെ കുളിയെല്ലാം കഴിഞ്ഞുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് വേഗം കുറച്ച് ചോറുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം കുളിച്ച് അങ്ങനെ ഒന്ന് ഉറങ്ങി നീക്കുമ്പോഴേക്കാണ് വൈകുന്നേരം ആയപ്പോഴാണ് ശരിക്കുള്ള കർക്കിടക സംക്രാന്തി വന്നു കേട്ടോ. ശിവേട്ടൻ ചിക്കൻ ബിരിയാണി വാങ്ങിക്കൊണ്ട് വന്നു. അയ്യോ, ഇത്ര പറഞ്ഞാൽ എനിക്ക് മതിയാവണല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചിക്കൻ ബിരിയാണി മാത്രമല്ല എല്ലാം ഇഷ്ടമാണ് എനിക്ക്. ചിക്കനും മീനും മുട്ടയും ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ എന്താ ചെയ്യുക, വിധി. കല്യാണം കഴിച്ചത് ബ്രാഹ്മണനെ ആയിപ്പോയി. ഈ വക സാധനങ്ങളൊന്നും ആ മനുഷ്യൻ കഴിക്കില്ല. എന്താ ചെയ്യുക, നായന്മാരിലും ബ്രാഹ്മണന്മാരുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പെണ്ണ് കാണാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചാൽ മതിയായിരുന്നു നിങ്ങൾ ബ്രാഹ്മണനാണോ എന്ന്. ഞാൻ നായന്മാർ ചക്കനല്ലേന്ന് പറഞ്ഞിട്ട് കെട്ടി. നോക്കുമ്പോൾ ആൾ വെജിറ്റേറിയൻ ആട്ടോ. ഇതിൻ്റെ ഒന്നും മണം കൂടെ ഇഷ്ടമല്ല. വെജിറ്റേറിയൻ ആണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ മണം കേട്ടാൽ തന്നെ നമ്മുടെ ശിവന്മാർക്ക് ഛർദ്ദിക്കാൻ വരും. പക്ഷെ എന്താ ചെയ്യുക, എനിക്കാണെങ്കിലോ ഇതിൻ്റെ മണം ഉണ്ടെങ്കിൽ തന്നെ ചോറ് ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞ കണക്കാണ്. പക്ഷെ എന്താ ചെയ്യുക, വിധി. വീട്ടിൽ വെക്കാനും പറ്റില്ല. അപ്പം ഞാൻ എന്തായാലും തുടച്ച് കഴിച്ചു കേട്ടോ. ഇവിടുത്തെ ബിരിയാണി നല്ല ടേസ്റ്റാണ്. ഹൈദരാബാദ് ബിരിയാണിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ നമുക്ക് ബിരിയാണിയുടെ കൂടെ നമുക്ക് കച്ചമ്പറ് കിട്ടും, പിന്നെ ഒരു കലിയ കൊണ്ട് സാധനം കിട്ടും, പിന്നെ ഒരു അച്ചാറ് കിട്ടും. സൂപ്പറാട്ടോ ബിരിയാണി. അപ്പോൾ ഞങ്ങൾ എന്തായാലും ബിരിയാണി അടിച്ച് പൊളിച്ച് കഴിച്ചു. ആദ്യം വിചാരിച്ചു ദോശ വീട്ടിനകത്ത് ഉണ്ടാക്കിയിട്ട് ചിക്കൻ കറി കൊണ്ടുവരാൻ വിചാരിച്ചു. അപ്പോൾ ശിവേട്ടൻ പറഞ്ഞു, എന്തിനാണ് അങ്ങനെ ചിക്കൻ കറിയൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവരുന്നത്, അത് കുറച്ചേ കിട്ടുകയുള്ളൂ, പിന്നെ നന്നും ആയിരിക്കില്ല, അതിൽ എരിവൊന്നും ഉണ്ടാവില്ല, നിങ്ങൾക്ക് പിടിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മക്കളും പറഞ്ഞു ഞങ്ങൾക്ക് ചിക്കൻ കറി വേണ്ട, ചിക്കൻ ബിരിയാണി മതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാനും മക്കളുമാണ് ചിക്കൻ ബിരിയാണി കഴിച്ചത്. അവർ 3 ആളും, അച്ഛനും അമ്മയും ശിവേട്ടൻ പിന്നെ വെജിറ്റേറിയനാണ്. അച്ഛനും അമ്മയൊന്നും വേണ്ട പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മേലെ വന്നിരുന്ന് കഴിച്ചു. അച്ഛനും അമ്മയും ശിവേട്ടനും കൂടെ താഴെ ദോശ ഉണ്ടാക്കി കഴിച്ചു കേട്ടോ. അവർ ദോശയും ഉള്ളിച്ചമ്മന്തിയും കഴിച്ചു. ഞങ്ങൾ 3 ആൾ മേലെ വന്നിട്ട് അടിച്ച് പൊളിച്ച് ചിക്കൻ ബിരിയാണി കഴിച്ചു കേട്ടോ. കർക്കിടക സംക്രാന്തി അടിച്ച് പൊളിച്ചു. ഇത്ര മാത്രം പോരല്ലോ സംക്രാന്തി ആയിട്ട്, മൈലാഞ്ചി കൂടെ ഇടണ്ടേ.
അപ്പോൾ ഞാൻ കുറേ നേരമായി മൈലാഞ്ചിയുടെ ആൾ ഇടയ്ക്കിടയ്ക്ക് വരും, ഇല കൊണ്ട് ഇങ്ങനെ വിൽക്കാൻ വരും. നമ്മൾ കാത്തു നിന്നപ്പോഴും അയാൾ വന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും അവിടെ കടയിൽ പോയിട്ട് ഒരു മൈലാഞ്ചിയുടെ കോണ് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഇട്ടു. എനിക്കിതല്ലാണ്ട് വേറെ ഒരു മോഡലും അറിയില്ല കേട്ടോ. പണ്ട് തൊട്ടേ ഞാൻ ഇടുന്ന മൈലാഞ്ചിയാണ് ഇങ്ങനെ. ഒരു നടുക്കിൽ വട്ടം വയ്ക്കും, കുറേ കുത്തു വയ്ക്കും, പിന്നെ ഒരു തൊപ്പി ഇടും. അപ്പോൾ ഇത്ര മാത്രമേ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കർക്കിടക സംക്രാന്തി ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ആഘോഷിക്കാറ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ആഘോഷിക്കുകയെന്ന് കമൻ്റായിട്ട് പറയണം കേട്ടോ. ഒരുവിധം പേരൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കാം, അടിച്ചുവാരലും മാറാല തട്ടലും പിന്നെന്താ രാത്രി ഇറച്ചിയും ദോശയൊക്കെ ഉണ്ടാക്കലും മൈലാഞ്ചി ഇടലും ഇങ്ങനെ തന്നെ ആയിരിക്കാം. എങ്ങനെയാണ് നിങ്ങൾ ആഘോഷിക്കുകയെന്ന് പറഞ്ഞു തരണം കേട്ടോ. ഇതൊക്കെ നമുക്ക് സൂപ്പർ ഒരു ഇതല്ലേ, നല്ല അടിച്ചുപൊളി ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നാട്ടിലാകുമ്പോൾ ഇനിയും പറയണ്ട, നമുക്ക് സൂപ്പർ മൈലാഞ്ചി പൊട്ടിക്കാൻ പോകലും അത് അരയ്ക്കലും അതിങ്ങനെ ഒരു കവറിനകത്താക്കി കെട്ടി വയ്ക്കലും അല്ലേ, ഭയങ്കര രസമാണ് നാട്ടിൽ. പക്ഷേ നമ്മളെ നാട്ടിൻ്റെ പകുതി രസമെങ്കിലും ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചു. കാരണം നമ്മുടെ മക്കളും നമ്മളൊക്കെ ഇവിടെയല്ലേ, അപ്പോൾ അവർക്കും ഇതൊക്കെ അറിയണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ രീതിയിൽ എൻ്റെ മക്കൾക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. എല്ലാവരും കർക്കിടക മാസം അടിച്ചു പൊളിക്കുക കേട്ടോ.